മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്കല്ല പിരിക്കേണ്ടത്. ആ ഫണ്ട് നേരായിട്ടുള്ള വഴി എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന സംസ്ഥാന ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിലേക്കാണ് കൊണ്ടുവരേണ്ടത്. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ എന്ത് അഴിമതി നടത്തിയാലും അത് കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണം ഏജീസിന്റെ ഓഡിറ്റിന് വിധേയമാണത്. അപ്പൊ അതിനെ മറികടക്കാനായിട്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓഡിറ്റിന് വിധേയമല്ല. അങ്ങേർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് എടുത്തു കൊടുക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും ദുർവിനിയോഗം ചെയ്യാം, ആർക്കും അതിനെ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ പഞ്ചായത്തുകളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ അധികാരമുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ദുരിതാശ്വാസം അത് ഓഡിറ്റിന് വിധേയമല്ല. ആ പഞ്ചായത്ത് പ്രസിഡന്റ് ഇഷ്ടമുള്ള ആളുകൾക്ക് അത് പൈസ കൊടുക്കാം. അപ്പോ അത് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു തട്ടിപ്പ്. കെട്ടിടങ്ങൾക്കും അടിയിലും പല സ്ഥലത്തും ആരാണ് രക്ഷയ്ക്ക് വരുന്നത് എന്ന് നോക്കിയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ സമയത്ത് അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിന് പകരം അത് ഉണ്ടായി ഉടനെ തന്നെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിക്കുന്നു, എനിക്ക് പിരിവ് തരണേ എന്ന് പറയുന്നു. അതും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക്. അവിടെ ആരോടും കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല, അങ്ങേർക്ക് ഇഷ്ടമുള്ളവർക്ക് എടുത്ത് കൊടുക്കാം. ഇവിടെ ഇന്ത്യയിലും അതിന് കൃത്യമായിട്ടുള്ള ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ അത് എങ്ങനെ മാനേജ് ചെയ്യണം, അതിനെ എങ്ങനെ പരിഹരിക്കണം എന്നുള്ള കാര്യത്തിന് ദേശീയ തലത്തില് ഒരു ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് ഉണ്ട്. അത് സംസ്ഥാന തലത്തിലും ഇങ്ങനെയുള്ള ഡിസാസ്റ്റർ വരുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫണ്ട് വേണമെന്ന് കൃത്യമായിട്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉണ്ട്. അത് അവര് മുൻകൂട്ടി കരുതേണ്ടതാണത്, അങ്ങനെ ഒരു ഫണ്ട്. അപ്പോ ആ ഫണ്ടാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വരുമ്പോ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുമ്പോൾ അത് ഉപയോഗിക്കേണ്ടത്. അതിന് പകരം കാരണം ആ രണ്ട് ഇപ്പൊ ദേശീയ ദുരന്ത ഫണ്ടായാലും ശരി, സംസ്ഥാന ദുരന്ത ഫണ്ടായാലും ശരി, ഇത് രണ്ടും ഏജീസിന്റെ ഓഡിറ്റിന് വിധേയമാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഒരു ദുരന്തമുണ്ടായി ഉടനെ തന്നെ ആ ദുരന്തത്തില് ഇപ്പോഴും ആളുകള് ജീവനോടെ ഇരിക്കുന്നുണ്ട്. പലരും പല ഇതിനകത്തും കെട്ടിടങ്ങൾക്കും അടിയിലും പല സ്ഥലത്തും ആരാണ് രക്ഷയ്ക്ക് വരുന്നത് എന്ന് നോക്കിയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ സമയത്ത് അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിന് പകരം അത് ഉണ്ടായി ഉടനെ തന്നെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിക്കുന്നു, എനിക്ക് പിരിവ് തരണേ എന്ന് പറയുന്നു. അതും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക്. അവിടെ ആരോടും കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല, അങ്ങേർക്ക് ഇഷ്ടമുള്ളവർക്ക് എടുത്ത് കൊടുക്കാം. ഇതൊക്കെ തന്നെയാണ് ഇതിന് മുമ്പിലുള്ള പിരിവിലൊക്കെ നടന്നിരിക്കുന്നത്. അതിന് സത്യസന്ധതയുണ്ട് അല്ലെങ്കിൽ അതിനോട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴല്ല അതിനെ ആലോചിക്കേണ്ടത്. അപ്പൊ അവിടെ ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങള് അല്ലെങ്കിൽ ഒരു ദുരന്തമുണ്ടാവാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന മാതിരിയാണ് ഇതിപ്പോ ഇന്നലത്തെ ആ ഒരു അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ശരിക്കും പറഞ്ഞാല് ഇതിനു മുമ്പുള്ള ദുരിതാശ്വാസ ഫണ്ടുകളൊന്നും വേണ്ട രീതിയിൽ വിനിയോഗിച്ചിട്ടില്ല. ആ നിലയ്ക്ക് നമ്മുടെ ജനങ്ങളെ ഇതിനെതിരെ ഒരു അവയർനെസ് കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അല്ല, അതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ഞാനും പ്രതികരിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നേരായ രീതിയിലാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന ദുരിതാശ്വാസ ഫണ്ടിലേക്കാണ് പണം കൊണ്ടുവരേണ്ടത്. അത് ഇപ്പോഴല്ല കൊണ്ടുവരേണ്ടത്. അത് വളരെ വ്യക്തമായിട്ട് ഈ നിയമം ഉണ്ടാക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാ സംസ്ഥാനങ്ങളും ഇതിനു വേണ്ടിയിട്ട് ഒരു ഫണ്ട് സ്വരൂപിക്കണമെന്നും അങ്ങനെ ഒരു ദുരിതം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ വരുന്ന സമയത്ത് അതിനുവേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇദ്ദേഹം എന്താ പറയുന്നത്, എന്റെ ദുരിതാശ്വാസത്തിലേക്ക് കൊണ്ടുവരണം. അതെന്തിനാ? അതൊരു തട്ടിപ്പല്ലേ അത് ചെയ്യാൻ പാടില്ലല്ലോ. അതും അവിടെ എത്ര ആളുകൾ ശ്വാസം കിട്ടാതെ ഇപ്പോഴും രക്ഷപ്പെടും എന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഇത് തന്നെ അങ്ങനെ ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അതല്ലല്ലോ ആവശ്യം, അവിടെ കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുകയാണ് വേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പണം പിരിച്ച് ഒരു അവസരം നോക്കിയിരുന്ന് പണം പിരിച്ച് തട്ടിപ്പ് നടത്താനായിട്ടുള്ള ശ്രമം ശരിയല്ല അത് ആരായാലും. അതാണല്ലോ എല്ലാവരും ഇപ്പൊ പ്രതികരിച്ചിരിക്കുന്നത്. ഇടയ്ക്കൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം മുമ്പാണ്. ഈ ദുരിതാശ്വാസ നിധിയിൽ എത്രയോ കോടികൾ അർഹരായവർക്ക് കൊടുക്കാതെ അങ്ങനെ കിടക്കുന്നുണ്ട്. ഒരു വിവരാവകാശ റിപ്പോർട്ട് പ്രകാരം വായിച്ചതാണ്. അപ്പൊ അത്തരത്തിൽ കിടക്കുന്ന ഫണ്ട് പോലും ഇവിടെ ഉപയോഗിക്കാതെ അദ്ദേഹത്തിന്റെ ഈ ഒരു ലക്ഷ്യം കാശ് തട്ടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയല്ലേ, വ്യക്തമല്ലേ?
അല്ല, അതിപ്പോ ഞാൻ പ്രത്യേകിച്ച് ഈ കാര്യത്തില് പറയേണ്ട കാര്യങ്ങളില്ല. നമുക്ക് ഇതിനെപ്പറ്റി ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ നമ്മുടെ പ്രളയമായിട്ട് ബന്ധപ്പെട്ടിട്ടായാലും ശരി, കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടായാലും ശരി, ഇതെല്ലാം ഈ പറയുന്ന മാതിരി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്കല്ല പിരിക്കേണ്ടത്. ആ ഫണ്ട് നേരായിട്ടുള്ള വഴി എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന സംസ്ഥാന ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിലേക്കാണ് കൊണ്ടുവരേണ്ടത്. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ എന്ത് അഴിമതി നടത്തിയാലും അത് കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണം ഏജീസിന്റെ ഓഡിറ്റിന് വിധേയമാണത്. അത് സംസ്ഥാന ഡിസാസ്റ്റർ ഫണ്ടായാലും ശരി, ദേശീയ ഡിസാസ്റ്റർ ഫണ്ടായാലും ശരി, അത് ഏജീസിന്റെ ഓഡിറ്റിന്. അപ്പൊ അതിനെ മറികടക്കാനായിട്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓഡിറ്റിന് വിധേയമല്ല. അങ്ങേർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് എടുത്തു കൊടുക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും ദുർവിനിയോഗം ചെയ്യാം, ആർക്കും അതിനെ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ പഞ്ചായത്തുകളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ അധികാരമുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ദുരിതാശ്വാസം അത് ഓഡിറ്റിന് വിധേയമല്ല. ആ പഞ്ചായത്ത് പ്രസിഡന്റ് ഇഷ്ടമുള്ള ആളുകൾക്ക് അത് പൈസ കൊടുക്കാം. അപ്പോ അത് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു തട്ടിപ്പ്. ഇത് സത്യസന്ധമായിട്ടാണെങ്കിൽ ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്. ഈ പറയുന്ന നിയമങ്ങൾക്കനുസരിച്ച് സംസ്ഥാന ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിലേക്കാണ് പണം കൊണ്ടുവരേണ്ടത്. അത് ഇപ്പോഴല്ല കൊണ്ടുവരേണ്ടത്, അത് മുൻകൂട്ടി കണ്ട് അതിന് പണം ഉണ്ടാക്കി വെച്ചിരിക്കണം. ആ പണമാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കേണ്ടത്. അത് ഏജീസിന്റെ ഓഡിറ്റിന് വിധേയമാണ്. അപ്പൊ ഇപ്പൊ ഈ പിരിക്കുന്നത് ദുരുദ്ദേശമാണ്, ഒരു സംശയമില്ല കാര്യത്തിന്. ഓക്കെ സാർ, താങ്ക് യു സോ താങ്ക് യു. മച്ച്. ഓക്കെ സാർ.